ഹലോ ഗായ്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞ പോലെ 90s ശേഷം ഉണ്ടായിട്ടുള്ള ഇത് കണ്ടിട്ടുണ്ടാവാൻ പോലും സാധ്യതയില്ല. പക്ഷെ നല്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാൻ ഒരു തവണ കഴിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടതെന്നുള്ളത് മമ്മിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. മമ്മി തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെ നിന്നൊക്കെയോ റെഫറൻസ് വരെ എടുത്തിട്ടുള്ള ഐറ്റമാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം. അപ്പൊ മമ്മി ഇതൊക്കെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിൽ ഇരിക്കുവാണ്. നമുക്ക് പോയി മമ്മിയോട് ചോദിക്കാം. മമ്മി മമ്മി എന്നാ ഐറ്റം ഉണ്ടാക്കാൻ പോണ? ഈന്തങ്ങ പുഴുക്കോ? മമ്മി ഈന്തങ്ങ പുഴുക്ക് മമ്മി എത്ര പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്? ഞാൻ ഒത്തിരി ഒന്നും കഴിച്ചിട്ടില്ല, ഒരു 4 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. 4-5 പ്രാവശ്യം മാത്രോ? അങ്ങനെ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുന്നൊരു സാധനമല്ലല്ലോ. കേട്ടോ ഗൈസ്, മമ്മി തന്നെ ആകെ 4-5 പ്രാവശ്യം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കാനുള്ള റെഫറൻസ് നല്ല പ്രായമുള്ള ഒരാളുടെ അടുത്ത് നേരത്തെ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈറലാവുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത് എന്നൊക്കെ മമ്മി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കണം? ഉണ്ടാക്കാൻ വേണ്ടി ചേന, കാച്ചിൽ, ചേമ്പ്, പിന്നെ പച്ച ഏത്തക്ക, പിന്നെ അതിൻ്റെ കൂടെ മുതിര ചേർക്കും. പിന്നെ കരിയാപ്പല ഊരിയിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ തേങ്ങയും ഉള്ളിയും ജീരകവും അരച്ച് ചേർത്ത്, പിന്നെ നമ്മളെ ഈന്തങ്ങയുടെ പൊടി ചൂടുവെള്ളത്തിൽ കൊഴിച്ച് നമ്മൾ പിടി ഉണ്ടാക്കുന്ന ആ രൂപത്തിൽ ചെറിയ ഉണ്ട ഉരുട്ടി ഇതിനകത്തിട്ട് വെന്ത് കഴിയുമ്പോൾ വാങ്ങുക. ആണല്ലേ. അപ്പോൾ ഇതിനകത്ത് മമ്മി ഇപ്പം എന്താ കരിയാപ്പല ഊരിയിട്ടിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ മുതിര ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ മുതിര പെട്ടെന്ന് വേവുന്നതായോണ്ടാണ് കേട്ടോ, നേരത്തെ വേവിക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ടല്ലേ, കുറച്ച് വെള്ളം മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ എടുക്കുമെന്നാണ് മമ്മി പറഞ്ഞത്. ഇത് വെന്ത് വരട്ടെ. വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി എന്നൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പം വെന്തോ മമ്മി? ഇനിയിപ്പോൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടല്ലേ. തേങ്ങയും ഉള്ളിയും കാന്താരിമുളകും ജീരകവും കൂടെ കൂട്ടി അരച്ച് ചേർക്കണം. കാന്താരിമുളക് നമ്മൾ ഇന്നലെ മേടിച്ചിട്ടുണ്ട്. ഉണ്ടോ, തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി കൂടുതൽ തേങ്ങ വേണം അല്ലേ. ഇതിൻ്റെ ഇടയിൽ കൊച്ചു സ്കൂളിൽ നിന്ന് വരുന്ന സമയമായി. ഞാൻ തൊട്ടുവിനെ പോയി വിളിച്ചിട്ട് വരാം സ്കൂൾ ബസ്സിൽ. തൊട്ടുകൂട്ട സ്കൂളിൽ നിന്ന് വന്ന് ഇന്നൊരു പ്രധാന സാധനം ഉണ്ടാക്കുന്നുണ്ട് അമ്മ. എന്നെ സാധനം അറിയോ? ഈന്തങ്ങ പുഴുക്ക്. ഒത്തിരി കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇനി ഈന്തങ്ങ പുഴുക്ക ഉണ്ടാക്കാൻ പോണം. നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം അമ്മ എന്നൊക്കെയാ ഉണ്ടാക്കുന്നത്. നമ്മുടെ തേങ്ങ ഒക്കെ അരയ്ക്കുന്നുണ്ട് ഗൈസ്. മമ്മി അവിടെ തേങ്ങ ഒക്കെ അരച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. ഇതിപ്പോ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ടല്ലേ. ഇപ്പൊ എന്നൊക്കെയായിരുന്നു മമ്മി അരച്ച? തേങ്ങയും കാന്താരിമുളകും ഉള്ളി ജീരകവും. ഇതല്ലേ മമ്മി തേങ്ങാപ്പൊടി? ഇപ്പൊ ഇതങ്ങനെ പാത്രത്തിൽ ഇട്ട് കുഴക്കണം. ശരി ശരി. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടാനൊന്നുമില്ല അല്ലേ? നാട്ടിൽ ഇപ്പൊ അങ്ങനെ ഇല്ല. പണ്ടൊക്കെ ഉണ്ടാവും, ഇപ്പൊ നാട്ടിൽ ഇല്ലല്ലോ. മമ്മിക്ക് പിന്നെ ഇത് എവിടുന്നാ കിട്ടിയേ? ഞാനിത് അന്വേഷിച്ച് പിടിച്ചത് ചെന്നൈന്ന് മേടിച്ചതാ. ഇത്തിരി കഷ്ടപ്പാടാ അത് കിട്ടാനല്ലേ. കുറച്ച് മതിയല്ലേ. കുറച്ച് മതി. ഇതിന് ഉപ്പിടണം. കൂടാൻ ഉപ്പ് നമ്മൾ മറ്റേ ഇതിനുള്ള അരപ്പിടുന്ന കൂടെ ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഉപ്പിടുമല്ലോ അല്ലേ. ഉപ്പൊക്കെ ഇളക്കണം. ഇത് മമ്മി ഇത് എങ്ങനെയാ, ചൂടുവെള്ളത്തിലാണോ കുഴക്കണത്? ചൂടുവെള്ളത്തിൽ. ഇതിപ്പോ നമ്മൾ പ്രതീക്ഷ പോലെയല്ലേ, ഇതിന് വെള്ളം കൂടുതൽ വേണം അല്ലേ. ഇപ്പൊ ഈ ചൂട് കുഴക്കണ ചെറു പാടല്ലേ. നല്ല ചൂട് കുഴക്കണം. ചൂട് കുഴച്ചാലേ സെറ്റാവും. മറ്റേ ഇതിന് പിടിക്കൊക്കെ കുഴക്കണ സെയിം പോലെ തന്നെ. പിടിക്ക് കുഴക്കുന്നത് തന്നെയാ. ഇനിയിപ്പോ ഇതന്നെ അമ്മ ചെയ്യാൻ പോണേ? ഇത് ഫുഡ് ഒക്കെ എടുത്ത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ തിളച്ച് വെള്ളത്തിലോട്ട് ഇടുക. അപ്പൊ മമ്മി ഇപ്പൊ ഉണ്ട് കേട്ടോ.
അപ്പൊ ഇച്ചിരി സമയം എടുക്കുന്ന ഒരു സാധനമല്ലേ? ഇച്ചിരി താമസമുണ്ട്, പെട്ടെന്ന് തന്നെ അറിയാം. ഗൈസ് ഇപ്പൊ മമ്മി ഇതിന്റെ പുഴുക്കിനുള്ള ഉണ്ട മുഴുവൻ ഈന്തങ്ങ ഉണ്ടകൾ മൊത്തം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇത് വെച്ചിട്ട് ബാക്കി എന്നാ ചെയ്യാൻ പോണേ നോക്കണം. ഇപ്പൊ ഇത് തിളച്ച വെള്ളത്തിലേക്ക് ഇടുമെന്നാണ് പറഞ്ഞത്. ഈ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പില് മമ്മി എന്നാ ചെയ്യാൻ പോണേ? മുതിരയോ? ആ മുതിര ഓൾറെഡി വേവിച്ച് വെച്ചായിരുന്നല്ലോ അല്ലെ? ആ മുതിര വേവിച്ച് വെച്ചു. ഇനിയോ? ഇനി അരപ്പിട്ട് ഇപ്പൊ ഈ മുതിരയുടെ കൂടെ തന്നെ അരപ്പിടാൻ പോവാണ്. ഇച്ചിരൂടെ വലിയ പാത്രത്തിൽ വെക്കണമായിരുന്നു. ആ അരപ്പിന് കൂടാനുള്ള പോരെ, മറ്റേതിനകത്ത് ഓൾറെഡി ഇട്ടല്ലോ ഉപ്പ്. അരപ്പ് ചേർക്കാൻ പോവല്ലേ? വെള്ളം തിളച്ചല്ലോ. ആ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളം തിളച്ചുകൊണ്ട് ഉണ്ടയിടാലോ. ആ ഇട്ടോ ഇട്ടോ. ഈന്തങ്ങ ഉണ്ടകളൊക്കെ വേണ്ടല്ലേ? ഇനിയിപ്പൊ മമ്മി ഇത് അതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോവാല്ലേ? ആ പാത്രം ചെറുതായി പോയോണ്ടാട്ടോ. എല്ലാവരും അത് ഇങ്ങോട്ട് ചേർത്താലും മതിയല്ലേ? ഇനിയിപ്പൊ ഇതെങ്ങനെയാ? ഇത് ഇങ്ങനെ അങ്ങ് ഇളക്കിയാൽ മതിയോ? വെള്ളം അധികം ഉണ്ടെങ്കിൽ ഇച്ചിരി പൊടി കലക്കി ഒഴിക്കണം. എന്തെങ്കിലും പൊടി തന്നെ കലക്കി ഒഴിക്കണം. ഇപ്പൊ നമുക്ക് എങ്ങനെയാ വെള്ളം പാകമാണ്? ശകലം കലക്കി ഒഴിക്കേണ്ട വരുമെന്ന് തോന്നുന്നു. വെള്ളം കൂടുതലുണ്ടല്ലേ? ശകലത്തിന്. ഗൈസ് നമുക്ക് ശകലം വെള്ളം കൂടുതലുണ്ട്, അതുകൊണ്ട് മമ്മി ഇച്ചിരി പൊടിയും കൂടെ കലക്കി ഒഴിക്കും. പൊടി കലക്കി ഒഴിക്കും അല്ലേ? ഇതും ചൂടുവെള്ളത്തിൽ തന്നെ? ചൂടുവെള്ളം തന്നെ. ആ ഇത് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകും. ആ ഇതിപ്പം ചേർത്തപ്പോ തന്നെ കുറുകാൻ തുടങ്ങിയല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും വേകാനുണ്ടോ? വേകാനൊന്നും ഇല്ലല്ലോ. ഗൈസ് അപ്പം എന്നെ ഉപ്പ് നോക്കാൻ ഏൽപ്പിക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്. ശാലും ഉപ്പ് കൂടെ വേണം. ശാലും കൂടെ വേണം. ആ ഇപ്പൊ നന്നായിട്ട് കുറി. ഇനി ഒത്തിരി ഇത് കഴിഞ്ഞാൽ ചിലപ്പോ കുറി പോവായിരിക്കും, പറ്റി പോവായിരിക്കും. അപ്പൊ നമ്മുടെ പുഴുക്കെടുക്കാം അല്ലേ? അപ്പൊ ഈന്തങ്ങ പുഴുക്ക്. ഇപ്പൊ ഇത് കറക്റ്റ് ആയല്ലേ? കഴിച്ചു നോക്കിയിട്ട് വേണം അതെങ്ങനെ ഉണ്ടെന്നറിയാം. ഞാൻ പണ്ടെങ്ങാണ്ട് ഒന്ന് കഴിച്ചത്, എനിക്ക് ടേസ്റ്റ് ഒന്നും ഓർമ്മ പോലും ഇല്ല. ഗൈസ് അപ്പൊ നമ്മുടെ ഈന്തങ്ങ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നീ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഗൈസ് അപ്പൊ നമ്മുടെ ഈന്തങ്ങ പുഴുക്ക് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇത് കഴിച്ചിട്ട് പറയാം അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. മോനെ അടിപൊളി സാധനം കേട്ടോ. ആദ്യം തന്നെ കടിച്ചത് ചേമ്പിലാന്നാ തോന്നണേ. ചേമ്പ് അലർജിയാ, എന്നാലും കുഴപ്പമില്ല, അടിപൊളി സാധനം. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പക്ഷെ എന്നാ ട്രൈ ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല, ഇതെല്ലായിടത്തും കിട്ടില്ല. അപ്പം നാട്ടിൽ ഇത് എവിടെ കിട്ടുമെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയവർ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന്, നിങ്ങൾ ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഭയങ്കര ചാൻസ് കുറവുള്ളൊരു സാധനം, അടിപൊളിയാണ്. അപ്പൊ ശരി, നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ.